Hi dears, welcome back to my channel. ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്രോൺസ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ്, ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ പ്രോൺസ് എടുത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മുൻപ് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി വെക്കുക. കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് തിരിഞ്ഞ് വെക്കുക കേട്ടോ. അപ്പോൾ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വയ്ക്കുക. അപ്പോഴാണ് അതിലേക്ക് നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പിടിക്കുകയുള്ളൂ കേട്ടോ. ഇനി ആ സമയത്ത് നമുക്ക് ബിരിയാണിക്ക് വേണ്ട അരി കഴുകി വൃത്തിയാക്കി കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുക്കുന്നത്. ഇത് ചെറിയ അരിയാണ് കേട്ടോ, കൈമ റൈസാണ്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് തന്നെ കഴുകിയിട്ട് കുതിരാനായിട്ട് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 45 മിനിറ്റെങ്കിലും ഇങ്ങനെ കുതിർക്കാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് വെക്കാനുള്ള വെള്ളം ഒന്ന് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നതിന് ചോറ് തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. വെള്ളത്തിന് ഒരു ചരുവത്തിൽ അത്യാവശ്യം വെള്ളം ഒഴിച്ച് വയ്ക്കുക. അതിനുശേഷം തിളപ്പിച്ചിട്ട് അരി വേവിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഞാൻ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ ദമ്മിടാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിലേക്ക് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിവിടെ ഒരു ടീസ്പൂണ് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അതുപോലെ ജാതിപത്രി, തക്കോലം ചെറിയ കഷ്ണം, പട്ട 3 കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പു, ഏലക്കായും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ കുറച്ച് ഉപ്പ് കയറി നിൽക്കണം കേട്ടോ. അതുപോലെ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതും കൂടി വെള്ളത്തിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ചോറ് ഒട്ടിപ്പിടിക്കില്ല, ഉലർന്ന് തന്നെ കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ചെമ്മീനുണ്ടല്ലോ, അത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. അത്യാവശ്യം എണ്ണ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടത് മുരിഞ്ഞ് വരട്ടെ. അപ്പോഴേക്കും ഞാനിവിടെ അരിയൊക്കെ വാർത്തിട്ട് വെള്ളം ഊറ്റിക്കളയാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തിളച്ചെടുക്കുന്ന വെള്ളത്തിലേക്ക് ഈ ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോറൊക്കെ ഇവിടെ പകുതി വേവായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അത് നല്ല തിളച്ച വെള്ളമാണ്, അതുപോലെ കുതിർത്തിയിട്ടുള്ള അരിയായ കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ പകുതി വേവ് മതി. ബാക്കി നമ്മൾ ദം ചെയ്യുമ്പോഴാണ് കേട്ടോ അതിൽ വേവുന്നത്. അപ്പോൾ ഞാനിതൊന്ന് ഊറ്റിയിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ വെള്ളം ഒന്ന് വാർന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ ബിരിയാണി ഉണ്ടാക്കാറില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. എപ്പോഴും ഞാൻ അരിയുടെ ഇരട്ടി വെള്ളം വെച്ചിട്ട് അങ്ങനെ വറ്റിച്ചെടുത്തിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ചോറൊക്കെ നന്നായിട്ട് തന്നെ ഉലർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചെമ്മീനൊക്കെ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതും പെട്ടെന്ന് റെഡിയാവും കേട്ടോ. ചെമ്മീനപ്പോൾ അധികം വേവൊന്നുമില്ല. പിന്നെ 3/4 ഭാഗം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ബാക്കി നമുക്ക് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ബാക്കി അങ്ങനെ വെന്തോളും. അപ്പോൾ അങ്ങനെ വേഗം തന്നെ ബാക്കിയുള്ളതും കൂടി വറുത്തെടുക്കുക. ഇനി ഞാൻ ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്തിരി, അതുപോലെ കുറച്ച് ചെറി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ കഷ്ണം, സവോള, ഇതെല്ലാം തന്നെ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേഗം തന്നെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഇതിലെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഞാനൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കല്ലിൽ.
അപ്പോൾ ഞാൻ 1/2 കിലോ ചെമ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള അളവിന് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. കണ്ടില്ലേ, ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാനുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാണ്. ഇപ്പോൾ ക്യാരറ്റ് അരിഞ്ഞതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമുക്ക് ഉണക്കമുന്തിരി അതുപോലെ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടില്ല. പകരം മുന്തിരിയും ചെറിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് പൈനാപ്പിളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല പഴുത്ത പൈനാപ്പിൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തിട്ടാലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ ബിരിയാണിയിൽ. സവോള ഞാൻ വറുത്ത് കോരിയിട്ടുണ്ടായിരുന്നു കേട്ടോ, മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സവോള നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചെമ്മീൻ്റെ മസാല ഉണ്ടാക്കണേക്കുള്ള സവോളയാണിത്. അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴന്ന് വരണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം വളരെ കുറച്ച് അളവിലാണ് ഉണ്ടാക്കുന്നത്. 1/2 കിലോനാണ് എനിക്ക് ചെമ്മീൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ എൻ്റെ എരിവിനും കൂടെ അനുസരിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നാൽ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ തൈര് ഒഴിക്കുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ തൈരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ നിന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീനുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് ഒന്ന് ഗ്രേവി ആവാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മുടെ ആ കുറുകിയ ചാറോട് കൂടിയിട്ട് നമുക്ക് മസാല കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. പച്ചവെള്ളം ഒഴിക്കരുത്, എപ്പോഴും ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ അത് തിളപ്പിച്ചെടുക്കുക. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് നാരങ്ങ നീരും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, മസാലയൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഗ്രേവി മതി കേട്ടോ. ഇനി ലൂസാക്കണ്ട. കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ദം ചെയ്യണത്. ഇനി മാറ്റണമൊന്നുമില്ല. അപ്പോൾ അടിയിൽ നമ്മുടെ മസാലയും മുകളിൽ ചോറ് അങ്ങനെയാണ് ഇടുന്നത്. അപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഒരു ലെയർ ആദ്യം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സവോള, ചെറി, ക്യാരറ്റ്, മുന്തിരി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതൊന്ന് കുറച്ചിട്ട് കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. മല്ലിയില അതുപോലെ ഗരം മസാലപ്പൊടി, പിന്നെ നെയ്യ്. എൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം, നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഞാൻ നെയ്യ് ഉപയോഗിക്കുന്നില്ല കേട്ടോ. കുറച്ച് മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്, ഗരം മസാല പൊടിച്ചത്. ഇനി അടുത്ത ലെയറായിട്ട് വീണ്ടും ചോറ് തന്നെ വെച്ച് കൊടുക്കുക. ബാക്കിയുള്ള എല്ലാ ചോറും ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി മുകളിൽ കുറച്ച് ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ കളറ് ചേർക്കുന്നില്ല കേട്ടോ. കളറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് പാലിൽ കലക്കിയിട്ട് ഇതിങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനത് ചെയ്യുന്നില്ല. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആ സമയത്ത് ബാക്കി ഉണ്ടായിരുന്ന കുറേ പാത്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി അടുക്കളയ്ക്കൊന്ന് വൃത്തിയാക്കി ഇടുകയാണ്. ഇപ്പോൾ ബിരിയാണിയുള്ള ദിവസമാണെങ്കിൽ പിന്നെ പണി വേഗം കഴിയും കേട്ടോ. ഈ ഒരു പണിയോട് കൂടി അടുക്കള പണിയൊക്കെ പെട്ടെന്ന് തീരില്ലേ. ഇനി അവിടെയൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം
നമുക്ക് ഇതിലേക്ക് സൈഡായിട്ട് കഴിക്കാൻ അച്ചാറൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ കുറേ നാൾ മുന്നേ ഇട്ടിട്ടുള്ള അമ്പഴങ്ങ ഇരിപ്പുണ്ടായിരുന്നു ഉപ്പിലിട്ടത്. അപ്പോൾ അതിന്ന് ഒരെണ്ണം എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒരു അച്ചാർ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതെങ്ങനെയാണ് ഉപ്പിലിടുന്നതെന്നൊക്കെ. ഒരു കേടും വന്നിട്ടില്ല കേട്ടോ ഇത്ര നാളായിട്ട്. അപ്പോൾ അതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എരിവിനനുസരിച്ചിട്ട് കുറച്ച് മുളകും പൊടി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. കായത്തിൻ്റെ പൊടി വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇത്രയും മതി. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് മിക്സാക്കിയിട്ട് കുറച്ച് സമയം എടുത്ത് വെച്ചാലാണ് കേട്ടോ ഇതിലേക്ക് മുളകും ഇതൊക്കെ പിടിക്കുള്ളൂ. കായത്തിൻ്റെ ഫ്ലേവറൊക്കെ മുളകും എല്ലാം കൂടെ പിടിച്ച് വരണമെങ്കിൽ ഒരു 10-15 മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ദമ്മ് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ അത്. അപ്പോൾ പ്രോൺസ് ബിരിയാണി ആരും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അടിയിലത്തെ മസാലയൊക്കെ ചോറിലേക്കൊക്കെ നന്നായിട്ട് കയറി വന്നിട്ടുണ്ട്. കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ലോ ഫ്ലെയിമിൽ ഞാൻ 10 മിനിറ്റാണ് ദമ്മിട്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി നമുക്ക് വിളമ്പാം. അപ്പോൾ ഞാൻ എല്ലാ ഭാഗവും കൂടി ഒന്നിച്ച് ഇളക്കുന്നില്ല. അപ്പോൾ കുറച്ച് മാത്രമല്ലേ ആവശ്യമുള്ളൂ ഇപ്പോഴത്തേക്ക്. അപ്പോൾ അത് കാരണം ഒരു സൈഡിൽ നിന്ന് മാത്രമാണ് കേട്ടോ ഞാൻ ഇളക്കിയെടുത്തത്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും വരാം. ബൈ ഫ്രണ്ട്സ്.